أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തു നഹ്ലാണ് തേനീച്ചയിൽ പറയുന്നതാണ് സൂറത്ത് അല്ല സൂറത്തു നഹ്ലാകുന്നത് മക്കിയ്യത്തുൻ അത് മക്കിയാകുന്നു വൈൻ ആഖബത്തും ഇലാ ആഖിരിഹാ ഇല്ല വൈൻ ആഖബത്തുൻ ഇലാ ആഖിരിഹാ എന്നതൊഴിച്ചുമാകുന്നു എന്നതൊഴിച്ച് മക്കിയാകുന്നു 128 ആയത്തും ആകുന്നു ഖബറും ഖബറാകട്ടെ ഏതാ ഏത് നിന്നുള്ളത് അവകൾ മദീനയാകുന്നു എന്ന് ഇബാറത്തുൽ ഖാസിനി ഇല്ല ഖൗലഹു തആല വഇൻ ആഖബത്തും ഫഇന്നാ നസലത് ബിൽ മദീനത്തി ഫീ ഖത്ൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ ഇറങ്ങിയ ആയത്താണത് قال ابن عباس وفي رواية أخرى أنها مكية غير ثلاث آيات نزلت بالمدينة وهي قوله تعالى ولا تشتروا بعهد الله ثمنا قليلا إلى قوله تعلمون قال قطعت هي مكية إلا 5 آيات والذين هاجروا بالله من بعد ما ظلموا ينذ دولا نقول ثم إن ربك للذين هاجروا من بعد ما فتنوا ينذ وإن عاقبتم إلى آخر سورة لأن سورة النحل എവിടെങ്കിലും പോയി യുഖാലു സൂറത്തുൻ നഹ്ൽ സൂറത്തുൻ നിഅം എന്ന് പറയും അല്ലാഹു തആലയുടെ നിഅമത്തുകളെ ഒരുപാട് എണ്ണി പറയുന്ന സൂറത്താണ് മനസ്സിലായില്ലേ ഈ സൂറത്ത് മുഴുക്ക മദനിയാണെന്ന് പറഞ്ഞവരുമുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ആൾക്കാരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നമ്മളെല്ലാം ചെയ്യാൻ പറ്റും تسمى سورة النعم فالمقصود من هذه السورة الدلالة على أنه تعالى تام القدرة എന്നതാണ് والعلم فاعل بالاختيارية منزه عن شوائب أنه تعالى تام القدرة والعلم ആണ് فاعل بالاختيار ആണ് منزه عن شوائب النقص ആണ് وأدل ما فيها على هذا المعنى أمر النحلة يعني لما ذكر അതിൽ നിന്ന് ഏറ്റവും അതല്ലാക്കുന്ന സാധനം തേനീച്ചയുടെ കാര്യമാണോ അല്ല ലമ്മാ ദിക്റമിൻ ശൈനിഹ തേനീച്ചയുടെ കാര്യം പറഞ്ഞു മിൻ ദിഖത്തിൽ ഫഹ്മി അതിന്റെ ബുദ്ധികൂർമ്മത അതിന്റെ ബുദ്ധിയുടെ ആ ദിഖത്ത് ബുദ്ധി ഭയങ്കരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവിയാണ് തേനീച്ച അതിനെ പറ്റി പഠിച്ചാലേ അറിയുള്ളൂ ഓ മാഷാ അല്ലാഹ് തേനീച്ചയെ പറ്റി പഠിക്കുമ്പം എന്തോരം പഠിത്തം അതിനകത്തുള്ള ഭയങ്കരം പഠിത്തമാണ് അതിനകത്തുള്ളത് തേനീച്ചയുടെ ജിമാഅ് ഈ മുകൾ അന്തരീക്ഷത്തിലാണ് അതിന്റെ ജിമാഅ് നടക്കുന്നത് മുകളിൽ കൊണ്ടുപോകും അത് വളരെ തുച്ഛമായ രീതിയിൽ അതിന്റെ ജിമാഅ് നടക്കുകയുള്ളൂ എന്നൊക്കെ എന്തോരം പഠിത്തം അതിനകത്ത് നടക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് അതിനകത്ത് റബ്ബറിൽ നിന്നൊക്കെ ഇത് എടുക്കുക റബ്ബറിൻ തോട്ടത്തിൽ ഇത് കൊണ്ടുവെക്കുന്നതിനെ പറ്റിയൊക്കെ റബ്ബർ തോട്ടം എന്ന് പറയാണെങ്കിൽ അവിടെ കൊണ്ട് വെച്ചാൽ മതി അവിടെ കൂടിയിട്ട് വെച്ചാൽ ഇഷ്ടംപോലെ റബ്ബർ അല്ല ഇത് തേൻ കിട്ടും തേനെങ്ങാണം ഒരാഴ്ചക്കാലം അല്ലാഹു തആല തേനീച്ചയോട് ഇല്ലാതാക്കിയാലേ നമ്മൾ വെച്ചു പിന്നെ 4 ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഭൂമിയിലുണ്ടോ അത്ര പരാഗണവും നടത്തുന്ന സാധനമാണ് ഏത് തേനീച്ച എന്നുള്ളത് ആ സാധനത്തിനെ ഇവിടുന്ന് അല്ലാഹു തആല എങ്ങാനും എടുത്തു കളഞ്ഞാല് പിന്നെ 4-5 ദിവസം നമുക്കിവിടെ ജീവിക്കാൻ പറ്റും മനസ്സിലായി അപ്പൊ അതിന്റെ ആ ദിഖത്തുൽ ഫഹ്മ് മിൻ തർത്തീബി ബുയൂത്തിഹ അതിന്റെ വീടിന്റെ ക്രമീകരണം മനസ്സിലായില്ലേ വറഹബിഹ ആ വീടിന്റെ വരാന്ത
وسائر أمرها من اختلاف ألوان ما يخرج منها من أعسالها وجعله شفاء അതിൻ്റെതായ പല പുഷ്പങ്ങളിൽ നിന്നും അതുപോലെ എടുക്കുന്നതും അതിൽ നിന്നും പുറപ്പെടുന്നതും അതിൻ്റെ തേനുകൾ ആ തേനിൽ അല്ലാഹു ശിഫ വെച്ചതും എന്തോരുടെ മഅക്കിരിയ മിന സിമാരിൻ നാഫിയത്തി വല്ലറത്തി പ്രയോജനപ്രദമായ പ്രയോജനവും അതേപ്രകാരം തന്നെ ദ്രോഹിക്കുന്നതുമായ പല പഴങ്ങളിൽ നിന്നും അത് ഭക്ഷിക്കലോടുകൂടെ വൈദ്യുതാലിക്ക മിനൽ ഉമൂരി അല്ല വസുമുഹ. അപ്പൊ ഈ തേനീച്ചയെ വിശേഷിപ്പിക്കൽ ബിന്യാമി നിയമ കൊണ്ട് വിശേഷിപ്പിക്കൽ വാദിഹിൻ അത് വളരെ വലുതുമാണ്. അപ്പോൾ തേനീച്ചയെ പറ്റി കൂടുതൽ പറച്ചിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിർ മുഖ്താറാണെന്നും ആലിമാണെന്നും അവൻ മുഖ്താറാണെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്തുൻ നഹലിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ സൂറത്തുൻ നഹലിന് സൂറത്തുൻ നിഅം എന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ പേരിട്ടിട്ടുണ്ട് എന്ന് ഇതിനാ. അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇല്ല, ഇഖ്തറബത്തി സ്സാഅ അവിടെയല്ല അല്ലേ? അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂ. പിന്നെ അടുത്ത ആയത്തേതാ? യുനസ്സിലുൽ മലായികത മിൻ അംരിഹി. അതാ അംറുല്ലാഹ് അതാ അംറുല്ലാഹി റുവിയ അന്ന കുഫാറ ഖുറൈശിൻ കാനു يستبطئون نزول العذاب الموعود لهم سخرية بالنبي صلى الله عليه وسلم وتكذيبا للوعد فيقولون إن صح ما يقولون من مجيء العذاب فالأصنام تشفع لنا وتخلصنا منه فنزلت. وأمر الله هو العذاب الموعود لأن تحققه منوط بحكمه النافذ وقضائه الغالب وإتيانه عبارة عن ذنوبه. അടുത്തു എടാ വരുക എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്തു എന്നതിൻ്റെ മായന, വരാൻ അടുത്തു എന്നതിൻ്റെ മായന എന്ന്. വഖദ് വഖഅ അത് സംഭവിച്ചെന്ന യൗമ ബദറിലും ആണ്. വൽ മാന ദന വഖ്തറബ കണ്ടാ മാ ഉഇത്തും ബിഹി അയ്യുഹൽ കഫറ. കാഫിരീങ്ങളെ നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ടത് അത് വരാൻ അടുത്തുപോയി. ഫലാ തസ്തഅജിലൂ അതിന് നിങ്ങൾ വേഗത്തിൽ തേടണ്ട, ധൃതിയിൽ ആക്കണ്ട. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അത് അവൻ്റെ ഹിക്മത്തുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. അത് അവനറിയാം ഏത് സമയത്ത് ഇറക്കണം എന്നത് എന്നാണ് അതിൻ്റെ അൽഹാസില്. ഇഖ്തറബത്തി സ്സാഅത്തു വൻശഖൽ ഖമർ. സൂര്യൻ അല്ല സാഅത്ത് അടുത്തു, ഖമർ പൊട്ടിപ്പിളർന്നു. എന്താ ഇന്ന് പറഞ്ഞപ്പോഴാണ് കാഫിരീങ്ങൾ പറഞ്ഞു ചില ആൾക്കാരോട്, ഇയാളെന്തേ പറയുന്നേ, എവിടെ അത് കാണുന്നില്ല എന്നൊക്കെ. അപ്പൊ വീണ്ടും അല്ലാഹു തആല ആയത്തിറക്കി ഇഖ്തറബ ലിന്നാസി ഹിസാബുഹു. ഒന്നുകൂടെ ആയത്തിറക്കി അതാ അംറുല്ലാഹ് യാ മുഹമ്മദ് മാ നറാ ശൈഅൻ മിമ്മാ തുഖവ്വിഫുനാ ബിഹി. എവിടെ അപ്പോഴാ അതാ അംറുല്ലാഹ് ഫവതബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ തങ്ങൾ എഴുന്നേറ്റ് مخافة الساعة وحذر الناس من قيامها ورفع الناس رؤوسهم فنزل فلا تستعجلوا ولا تطلبوا الأمر قبل حينه واطمأنوا. അങ്ങനെ وجلس النبي صلى الله عليه وسلم بعد قيامه എന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. വായിക്കും.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലമ്മസ്തബതഅൽ മുശ്രികൂന അൽഅദാബ് നസല അതാ അംറുല്ലാഹ് അല്ലാഹുവിന്റെ കാര്യമായി സഅത്ത് വഅതാ ബിസീഗത്തുൽ മാളി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു മാളിയുടെ സീഗ കൊണ്ടുവന്നു ലിതഹഖിഖി വഖൂഇഹി എന്ന് വരുത്തതല്ലേ ഉള്ളൂ വന്നു എന്തേ പറഞ്ഞത് അതിന്റെ വഖൂഅ് തഹഖുഖായത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് തിരിഞ്ഞോ ഈ ഖർബ എന്നാണ് അതിന്റെ മാന അത്താടർത്ഥം ഖർബ എന്നാണ് ഖർബ മജീഉഹു എന്ന് ഫലാ തസ്തഅജിലൂഹു ഐ തത്ലുബൂഹു അതിനെ നിങ്ങൾ തേടണ്ട ഖബീല ഈനി അതിന്റെ സമയമാകുന്നതിന് മുമ്പായിക്കൊണ്ട് ഫഇന്നഹു വാഖിഉൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും ലാ മഹാലത്താ അല്ല അതിൽ നിന്നും ഒരു ഹീലത്തും നിങ്ങൾക്കുണ്ടാവുകയില്ല വലാ ഖിയറ ലക്കും വലാ ഖലാസ ലക്കും മിൻഹു അതിനെ തൊട്ടൊരു ഖിയറത്ത് വരണ്ടാന്ന് വന്നുപോയി കഴിഞ്ഞു ഒരു രക്ഷയില്ല മനസ്സിലായില്ല ലാ മഹാലത്ത എന്ന് പറഞ്ഞാല് മഹാലത്ത് ഹാല ഹീലത്ത് അല്ല ഹാല ഹീലത്ത് പ്രവർത്തിക്കാന്ന് അറിയത്തില്ല അപ്പൊ ഹബലാവും അപ്പം അതിന്റെ എന്തൊരു മഹബൽ വരും അപ്പൊ മഹാലത്ത് വരും തിരിഞ്ഞോ ഇതിന്റെ സർപ്പായിട്ടെ ഓടിപ്പായുന്ന സ്ഥലമില്ല ഒരു തന്ത്രത്തിന്റെ സ്ഥലവും ഇവിടെ പറ്റില്ല ലാ മഹാലത്ത എന്നുള്ളത് നിസ്സംശയം എന്ന് മാനയ്ക്കുണ്ട് ചിലയിടത്തൊക്കെ ഇതിപ്പോ അങ്ങനെ കൊടുക്കണമെന്നല്ല വലാ ഖിയറ ലക്കും വലാ ഖൈറ ലക്കും എന്ന് വായിക്കല ഇതിനകത്ത് വലാ ഖലാസ ലക്കും മിൻഹു അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഖിയാറൊന്നുമില്ല നിങ്ങളിപ്പോ എന്തൊക്കെ ഹീലത്ത് പ്രവർത്തിച്ചാലും ഒരു പണിയും നടക്കില്ല സുബ്ഹാന അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാനൊരു വാഴ്ത്തുന്നു തൻസിയൻ ലഹു വതആല അവൻ മേലെയുമായിരിക്കുന്നു മായിശ്രിക്കുന അവർ ഇശ്റാഖ് ചെയ്യുന്ന ഒന്നിനെ തൊട്ട് ബിഹി അല്ലാഹുവിനോട് ഗൈറഹു അല്ലാഹു അല്ലാത്തവരെ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അവൻ മേലെയായിരിക്കുന്നു യുനസ്സിലുൽ മലായികത്ത അവൻ അല്ലാഹു ഇറക്കും അൽ മലായികത്ത ഐ ജിബ്രീല ജമ്മു അറിഞ്ഞിട്ട് മുഫറദ് ഉദ്ദേശിക്കാം ജിബ്രീലിനെ ഇറക്കും ബിർറൂഹി ഐ ബിൽ വഹ്യി കൽപ്പനകളെ കൊണ്ട് അല്ല ഫഅബ്റനഹു ബിൽ ജംഇ ജമ്മു കൊണ്ട് വർത്തമാനം വരച്ച് തഅദീമൻ ലഹു ആണ് ബിൽ വഹി ഐൽ മൂഹാ ബിഹില്ലദി മിൻ ജുംലത്തി അത്തൗഹീദ് വഗൈറുഹു വഹീനെ തൊട്ട് റൂഹ് എന്നതുകൊണ്ട് ഇബാറത്തിട്ടത് ഇസ്തിആറയാണ് റൂഹ് എന്നുള്ളത് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള കാര്യമാണല്ലോ മനുഷ്യന്മാരുടെ ബദനിന് ജീവിക്കാനുള്ള കാര്യമാണ് റൂഹ് എന്നുള്ളത് വഹി എന്നുള്ളത് അത് കാരണമായിക്കൊണ്ട് ഖൽബ് ജീവൻ വരും എന്തിനെ തൊട്ട് ജഹാലത്തിൽ നിന്നും അതുകൊണ്ട് വഹീന് എന്ത് ചെയ്യാം റൂഹ് എന്ന ഇബാറത്തിടാമെന്ന് തിരിഞ്ഞ ആരുടെ മേലാണ് അവൻ ഇറക്കുന്നത് അലാ മൻ യശാഉ മിൻ ഇബാദിഹി അല്ലാഹുവിന്റെ ഇറാദത്തോടുകൂടെ വഹീനെ ഇറക്കും മലായികത്ത് ഇറക്കും ആരുടെ മേലിറക്കും അലാ മൻ യശാഉ അവൻ ഉദ്ദേശിച്ചവരുടെ മേൽ മിൻ ഇബാദിഹി അവന്റെ ദാസന്മാരിൽ നിന്നും ആരാണ് ആ ഇബാദ് കൊണ്ട് ഉദ്ദേശം മന്നു കൊണ്ട് ഉദ്ദേശമാരാണ് വഹുമുൽ അംബിയാഉ എന്തെന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആലാന്റെ മലക്കാവുന്ന ജിബ്രീല് വഹീനെ അറിയിക്കുന്നത് അൻ അൻദിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ അൻ അൻദിറൂ ഓ അമ്പിയാക്കന്മാരെ നിങ്ങൾ ഭയപ്പെടുത്തി അറിയിക്കൂ കാഫിരീങ്ങളെ അദാബ് കൊണ്ട് ഭയപ്പെടുത്തി അറിയിക്കൂ അന്നഹു ലാ ഇലാഹ ഇല്ല എന്നതും അറിയിക്കൂ അൻ അൻദിറു നിങ്ങൾ ഭയപ്പെടുത്തി അറിയിക്കണം എന്തെന്ന് അന്നഹു ലാ ഇലാഹ ഇല്ല അങ്ങനെ ആയത്ത് വന്നേക്കുന്നു മനസ്സിലായില്ല അപ്പൊ അന്നന്ദിറു ലാ ഇലാഹ ഇല്ല എനിക്ക് എന്ത് ഇന്താറാ ഉള്ളത് അതിൽ നിന്ന് ഇന്താറൊക്കെ തദ്മീനിയായ നിലയിൽ എടുക്കേണ്ടി വരും അല്ലാഹു അല്ലാതെ ഞാനല്ലാതെ ഇലാഹ ഇല്ല എന്നൊക്കെ ഞാൻ ഏകനാണെന്നും ഞാനേ ഉള്ളൂ ഇല്ല അന പറയാൻ അല്ലാഹു തആലയ്ക്ക് അധികാരമുള്ളൂ എന്ത് ചെയ്യാനാ നമുക്കാർക്കും അന എന്ന് പറയാനുള്ള അധികാരമില്ല മനസ്സിലായില്ലേ
അല്ലെ റസൂൽ അറിയാൻ നബിയുൽ അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ പറഞ്ഞാൽ അനബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞില്ലേ, ഉപ്പാപ്പാന്റെ പേര് പറഞ്ഞു അനബിൻ അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ, ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞല്ലോ, ഇബ്നു മാലിക് തങ്ങൾ അത് ഉദ്ദേശിച്ചാൽ അങ്ങനെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാ വന്നോട്ടേന്ന്. അനബിൻ അബ്ദുൽ മുത്തലിബ് എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. പാപ്പായിലേക്ക് ചേർത്തിയല്ലേ പറഞ്ഞ, പാപ്പായിലേക്ക് ചേർത്തിയില്ല, പാപ്പായിലേക്ക് ചേർത്തിയല്ല. ഒരു തസ്ബീഹ് ഉണ്ടായിക്കോട്ടെ എന്ന് ആര് വിചാരിച്ചിട്ടുണ്ട്? ഇബ്നു മാലിക് തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്കവിടെ പറഞ്ഞു കൊടുക്കുന്നതിന് തരാറൊന്നുമില്ല. തസ്ബീഹ് ഏട്ടാ. പിന്നെ ഇബ്നു മാലിക്, പിന്നെ മാലിക് എന്നുള്ളത് മിൽക്കിൽ നിന്നുള്ളതാണല്ലോ. അപ്പം ഈ കിതാബ് പഠിക്കുമ്പോൾ നല്ല മലക്കാനിത്തുണ്ടാവും. എല്ലാ വിജ്ഞാനങ്ങളും കരഗതമാക്കാനുള്ളൊരു പവറും കൂടി ഉണ്ടാവും. അങ്ങനെ വെച്ചു കൊടുക്കാം. അത് തന്നെ പറഞ്ഞത്, ബാബാന്റെ പേര് പറഞ്ഞത്, മാലിക് എടുത്തതും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് തരാറൊന്നുമില്ല. അതേപോലെ അന പറയാനിപ്പോ അധികാരം അല്ലാഹു തആലയ്ക്കുണ്ട്. അത് പിന്നെ മറ്റേ ചങ്ങായി പറഞ്ഞു, അത് പറഞ്ഞപ്പോ അത് ആകെപ്പാടെ പ്രശ്നമാക്കി അല്ലാഹു തആല. മനസ്സിലായില്ലേ? ചങ്ങായി പറഞ്ഞപ്പോ പിന്നെ അല്ലാഹു തആല ആരും അന എന്ന് പറഞ്ഞാൽ പാടില്ല. റസൂലുള്ളാഹിന്റെ നിരോധനം പറഞ്ഞു. നിങ്ങളോട് ആരാണെന്ന് ചോദിച്ചാൽ മന്നന്തും ആരാണ് അന എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അന പറഞ്ഞ ഇബ്ലീസാണ് ആദ്യം. അല്ലാഹു തആലയെ കഴിച്ചിട്ടായിരിക്കും ഇബ്ലീസ് പറഞ്ഞത്. അല്ലേ അവിടെ ഇപ്പൊ നമ്മള് ഹഖീഖിയായ പറ്റിയതാവും, ഇളാഫിയായി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന അല്ലാഹു ആദ്യം പറഞ്ഞു. പിന്നെ ഇബ്ലീസ് പറഞ്ഞപ്പം അനാനിയത്ത് വേണ്ട, ലാ തകുൻ അന്നാനൻ വലാ മന്നാനൻ, അനാനിയത്തുള്ളവനാകരുതെന്ന. അനാനിയത്തുണ്ടായ നമ്മൾ രക്ഷപ്പെടില്ല, നമ്മൾ താന്നു പോകും. അതുകൊണ്ട് അനാന്ന് പറയാൻ പാടില്ല. അന പറഞ്ഞത് ഇബ്ലീസാണ്. അന ഖൈറും മിൻഹു എന്ന് പറഞ്ഞു, ഞാനാണ് അയാളെക്കാൾ ഖൈർ എന്ന് പറഞ്ഞില്ല. ഇബ്ലീസ് പറഞ്ഞ വാക്കാണ് അന. ഇനിയിപ്പോ അന ഖൈറും മിൻ നമ്മൾ പറയുന്നത് ഖുർആൻ എന്ന അടിസ്ഥാനത്തിൽ പറയാം, നളുൽ ഖുർആൻ എന്ന അടിസ്ഥാനത്തിൽ. അത് പറയുമ്പോൾ നമുക്ക് കൂലി കിട്ടും. അല്ലാതെ അല്ല ഞാനാണ് നമ്മളില്ല. ഇപ്പോഴത്തെ ചങ്ങയുണ്ടല്ലോ, എന്താ മന്ത്രിയുടെ പേര്, ഞാനാണ് അങ്ങനെ ആക്കി, ഞാനെങ്ങനെ ഞാനിയത്ത് പറയുന്നത് അൽഫോൺസ കണ്ടെന്ന ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നതാണ് ഞാനിയത്ത്. ഞാനെന്ന ഭാവം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടില്ല. ഞാൻ വല്ലാത്തവനാണ്. ഞാനല്ല, നമ്മൾ ഉസ്താദാണ്. ഞാനെന്ന ഭാവം വേണ്ട. ഞാനെന്ന ഭാവം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. കുല്ലു മാ ഫീക മിൻ ഖൈറിൻ, എന്നിലുള്ള എല്ലാ ഇമാം ഷഹറാനി എന്താ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഖൈറിൽ എന്നിലുണ്ടെങ്കിൽ അത് മിൻ ഉസ്താദിക്ക മിൻ ശൈഖിക്ക, എന്റെ ഉസ്താദിൽ നിന്നാണ്. അപ്പൊ ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാനീയത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എല്ലാം ഏതൊരു വല്ല ഒരു നന്മയും എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അത് മിൻ ശൈഖിക്ക, അത് നിന്റെ ഉസ്താദിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ പ്രശ്നമാവും. അപ്പൊ അത് പിന്നെ വിട്ടുപോകും, പിന്നെ ഞെട്ടറ്റു പോകാതെ ഞെട്ടി തന്നെ കിടന്നാലും സംഗതി വേടായാലും അങ്ങനെ മൂക്കുമ്പം അതിന് കുറച്ചൊരു പവറുണ്ടാവും. ഞെട്ടറ്റു പോയ വിഷയമാവും. ഉസ്താദ്മാര്, മശായിഖന്മാര്, ഷെയ്ഖന്മാര് അത് നമ്മളിപ്പോ ശ്രദ്ധിക്കണം. അപ്പൊ ഞാനാണ് ഞാനിയത്ത് എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പണിയാണ്. ഇതിപ്പോ അല്ലാഹു തആലയ്ക്ക് പറയാം, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന. അത് ഇല്ലാ അന എന്ന് പറയും, ഇല്ലാ അന്ത എന്ന് പറയും ചിലപ്പോ അല്ലാഹു തആല. അങ്ങനെയൊക്കെ കുറെ ആയത്തുകളുണ്ടല്ലോ. എന്ന് നിങ്ങൾ പറഞ്ഞെടുത്തോളീനെന്ന്. വഅലിമൂഹും, അതാണ് എന്റെ മേന. വഅലിമൂഹും, നിങ്ങൾ അവർക്കറിയിക്കുകയും വേണം. എന്തെന്ന്? അന്നഹു ലാ ഇലാഹ. അതായത് ഈ അന്നന്ദിറു എന്ന് പറഞ്ഞപ്പോ ഒരു തദ്മീനിയായ നിലയിലേക്ക് എന്ത് വരികയുള്ളൂ? അന്നഹു ലാ ഇലാഹ ഇല്ലാന വരികയുള്ളൂ എന്ന് ശാരി റഹ്മഹുല്ലാഹ് മനസ്സിലാക്കിയപ്പോ എന്താക്കിയതാണ്? ഒരു മുളാഫ് ഒരു മഅ്തൂഫിനെ അവിടെ സങ്കല്പിച്ചു കൊടുത്തു. അന്നന്ദിറു എന്നതിന്റെ മേലെ എന്ത് ചെയ്തു? വഅലിമൂ എന്ന് കൂടെ വെച്ചു കൊടുത്തു. എന്താ
അല്ലെങ്കിൽ നേരെ ആയത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ അവിടെ അതാമ്രുല്ലാ അയ്യൗമുൽ മൗഊദുൽ ലദീ ഇൻകശബത് ബിഹി സുദൂർ ലിമനിൽ മുൽക്ക് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നൊക്കെ ആയത്തുകളുണ്ടല്ലോ. അൻ അൻദിറു ഐ ബി അൻ ഖവ്വിഫു ഇബാദല്ലാഹ്, അള്ളാഹിന്റെ ദാസന്മാരെ നിങ്ങൾ ഭയപ്പെടുത്തണം. അൽ മുൻഹരിഫീന അൻ ഇസ്തിഖാമത്തി സിറാത്തിഹി, അള്ളാഹുവിന്റെ നല്ല മാർഗത്തിനെയും വിട്ട് ചരിഞ്ഞു പോയവർ. വജാദത്തി തൗഹീദിഹി, അവന്റെ നല്ല തൗഹീദിൽ നിന്നും പൊട്ടൻ തൗഹീദിലേക്ക് പോയവർ. മനസ്സിലായില്ലേ? വന്തിഖാമിഹി മിൻ ബത്ശി, എന്തിനെ തൊട്ട് ഇൻദാർ ചെയ്യണം? മിൻ ബത്ശിഹി, അള്ളാഹു പിടിക്കും. വന്തിഖാമി, ശിക്ഷ നടപ്പാക്കും ഇയ്യാഹും, നിങ്ങളെ എന്ന് നിങ്ങൾ ഇൻദാർ ചെയ്യണം. എന്നിട്ട് വഖൂലൂ ലഹും, വേണ്ട, വഖൂലൂ ലഹും എന്നാണ് അവിടെ സങ്കല്പിച്ചത്. മനസ്സിലായില്ല? വഖൂലൂ ലഹും നിയാബത്തൻ അനില്ലാഹ് എന്നല്ല, അള്ളാഹിനെ തൊട്ട് പകരമായിക്കൊണ്ട് നിങ്ങൾ പറയണം അന്നഹു ലാ ഇലാഹ ഇല്ലാ അന എന്ന് പറയണം. വേണ്ട, അപ്പൊ അമ്പിയാക്കന്മാർ ലാ ഇലാഹ ഇല്ലാ അന പറഞ്ഞാൽ നിയാബത്തൻ അനില്ലാഹിയാണ് എന്ന്. അതേപോലെ നിയാബത്തൻ അനില്ലാഹി മറ്റിടത്ത് വെച്ചോടെന്ന് ചോദിച്ചോളല്ലേ. അന്നഹു ലാ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അത് തങ്ങളോട് പ്രൈവറ്റായിട്ട് പറഞ്ഞതാണ്. ഖുൽ നബിയെ തങ്ങൾ പറയണം യാ ഇബാദി എന്നാണ്. തങ്ങൾ നന്നായിത്താനായിട്ട് അങ്ങനെ ഒരു ബന്ധമാണ്. ചിലപ്പോൾ നമ്മൾ അതിനകത്ത് വേറെ ഉണ്ടാക്കേണ്ടത് കാര്യമില്ല. അവിടെ ഇനിയിപ്പോൾ ആരൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അന്നഹു ലാ ഇലാഹ അൻ യുഅ്ബദു ബിൽ ഹഖ് ഇല്ലാ അന ഫത്തഖൂനി അൻ മുഖാലഫത്തി അംരി വഹുക്മി എന്ന്. എന്റെ കൽപ്പനകൾക്കും എന്റെ വിധിവിലക്കുകൾക്കും എതിരാകുന്നതിനെ തൊട്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്ന്. ഖലഖസ് സമാവാത് ഇനി വകൈഫ തുശ്രികൂൻ അയ്യുഹൽ മുശ്രികൂൻ, എങ്ങനെ നിങ്ങൾ ശിർക്കാക്കുക മുശ്രിക്കീങ്ങളെ. മാ ഒന്നിനെ ലാ യഖ്ദിറു, അതിന് കഴിവാവുകയില്ല. അലാ ഖൽഖി അഹ്ഖറിൽ അശ്യായി, നിസാരമായൊരു സംഗതിയെ പടയ്ക്കാൻ പോലും നിങ്ങൾ അവർക്ക് കഴിവാവുകയില്ല. അങ്ങനത്തെ ഒന്നിനെ നിങ്ങൾ എങ്ങനെ ഇശ്റാക്കാക്കുന്നേ? ആരോട്? അള്ളാഹുവിനോട്. മനസ്സിലായില്ല? ഖലഖസ് സമാവാതി വൽ അർള, എങ്ങനത്തെ അള്ളാഹുവാൻ? ഇല്ല അന, ആ അന എങ്ങനത്തതാണ്? ഖലഖസ് സമാവാതി, അന എന്നതിൽ നിന്നും ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഖിതാബിൽ നിന്നും തക്കല്ലുമിലേക്കും തക്കല്ലുമിൽ നിന്നും വായിബിലേക്കും അതൊക്കെ നമ്മൾ പഠിച്ച കൂട്ടലാണ്. പിന്നെ അവിടെ വന്ന് വേണമെന്ന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഖലഖാർ തമീറിനെ എങ്ങോട്ട് പോകുന്നു ചോദിക്കണ്ട. ഖലഖസ് സമാവാതി വൽ അർള, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ആകാശഭൂമികളെ പടച്ചത്. ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂനി ഖാഫൂനി. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് തആലാ അമ്മാ യുശ്രികൂൻ. ഖലഖസ് സമാവാതി മഅ കമാലി അളമതിഹാ വ റിഫഅതിഹാ, ആ ആകാശത്തിൻ്റെതായ വണ്ണമായ പരിപൂർണതയും അതിന്റെ ഉയർച്ചയോടുകൂടെ. വൽ അർള ബികമാലി ബസത്തിഹാ ഇന്നമാ ഖലഖ മാ ഖലഖ വ അൽഹറ മാ അൽഹറ, അല്ലാഹു പടച്ചതിനൊക്കെ പടച്ചു, അല്ലാഹു വെളിവാക്കിയതിനെയൊക്കെ വെളിവാക്കി. മുൽതബിസൻ ബിൽ ഹഖി, എന്നാ ഹക്കിനോട് ബന്ധപ്പെട്ടതായ നിലയിൽ എന്ന്. മുൽതബിസൻ എന്നതിലേക്ക് സങ്കല്പിച്ചോളും. ബിൽഹഖിന് മുതഅല്ലഖ് ഐ മുഹിഖൻ, അല്ല ഹക്കാക്കുന്നവനായ നിലയില്. ഈ അശാറ ഇലാ അന്ന ബിൽ ഹഖി ഫി മഹല്ലി നസ്ബിൻ അലൽ ഹാലി കമാ ഫീ നളായിരിഹി, ഹക്കിനോട് ബന്ധിച്ചതായ നിലയിൽ ആണ് അല്ലാഹു അവനെ പടച്ചത് എന്ന്. തആലാ, അല്ലാഹു എത്രയോ മേലെയായിപ്പോയി. അമ്മ ഒന്നിനെ തൊട്ട് എങ്ങനത്തൊന്നാണ് യുശ്രികൂന, മുശ്രിക്കീങ്ങൾ ഇശ്റാക്ക് ചെയ്യുന്നുണ്ട്. ബിഹി, അള്ളാഹുവിനോട്. ആവുന്നതിനാൽ മിനൽ അസ്നാം, അസ്നാമുകളാൽ. മായിസ്മിയ മൗസൂലാണെന്ന് വെക്കാനും മൗസൂബാണെന്ന് വെക്കാം. അപ്പോൾ അവിടെ കളഞ്ഞു എന്ന് വെക്കണം. അമ്മ യുശ്രികൂന ബിഹി എന്നുണ്ടായിരുന്നു, കളഞ്ഞുപോയി എന്നൊക്കെ.
وتعالى عما يشركون سبحانه وتعالى عما يشركون به غيره ينزل بالروح. അപ്പൊ അല്ലാഹു തആലയ്ക്ക് ഇങ്ങനെ വഹി ഇറക്കാനൊക്കെ കഴിയുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടോന്നാണ് എന്റെ ചോദ്യം. അലാമയ്യശ ഒരു വഹി അറിയിക്കുന്ന എന്താണ് ലാ ഇലാഹ ഇല്ല അന എന്നതുമാണ്. അതെനിക്ക് നിങ്ങൾക്ക് ആരെ വഹി അറിയിക്കാനോ ഏതെങ്കിലും കൊണ്ടുവരീണെന്ന് ആദ്യം പറഞ്ഞതിന്റെ മകന. ഇവിടെ പറഞ്ഞതിന്റെ മകന ഖൽഖ് എന്ന വിഷയത്തിലാണ്. അവന്തില്ല തക്രാർ വരികയില്ല എന്ന് മനസ്സിലായില്ല. ആദ്യം പറഞ്ഞത് അവരുടെ ഖൗലിനെ ബാത്തിലാക്കാനാണ്. അന്നൽ അസ്നാമ തദ്ഫഉ മാ അറാദല്ലാഹു മിനൽ അദാബി. അദാബിനാൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു എന്നതിനെ റദ്ദ് ചെയ്യാൻ മുശ്രിക്കിന് ഇവർക്കുള്ള അസ്നാമിന് കഴിവാകും. അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? കമാ ശറൈനാകി ഫയദ്ഫഉ എന്നാണ് പറഞ്ഞല്ലോ. പിന്നെ വാക്കിയില്ല മഹാല സംഭവിക്കുക തന്നെ ചെയ്യും. വതആല മാ ശുരിക യുനസിൽ മലായികത്ത അത അംറുല്ലാഹ് അയത ബിശിയത്തിൻ മാതിരി കാഫിഫൈ കർബ തത്ലു. പിന്നെ ഖലഖൽ ഇൻസാൻ അനാ وذكرنا لكونه نتيجة متفرعة على ما ذكره قبل من دليل الوحدانية كأنه قيل خالق السماوات والأرض كيف يكون له شريك مع أن ما يتصور أن يكون شريكا له إما شيء منهما يعظم أو شيء يفتقر إليه ما يعظم أو شيء لا يقدر على خلقه ما يعظم എന്ന് മൂന്ന് കാര്യങ്ങളുണ്ടായി. നിങ്ങൾ ഇശ്റാഖാക്കുന്ന ഒരു സംഗതി ഇതെല്ലാം അല്ലാഹു തആല പഠിച്ചതാണ്. ഖലഖ സമാവാതി വൽ അർളി ബിൽ ഹഖ് എന്നുള്ളതിനെല്ലാം വെട്ടുപോയി. അപ്പൊ നിങ്ങൾ ഇശ്റാഖാക്കുന്ന അസ്നാമുകൾ അവകൾ അല്ലാഹു തആലയിലേക്ക് ആവശ്യമായതാണ്. അല്ലാഹു തആലയിലേക്ക് ആവശ്യമായ ഒന്നിനെ നിങ്ങൾ എങ്ങനെയാ അള്ളാഹുവിനോട് പങ്കാക്കുന്നത്? കാരണം അള്ളാഹു അല്ലേ ഒറ്റങ്ങളെ പഠിച്ചത്. പിന്നെ ആറ്റങ്ങളെ പിന്നെ അവരിലേക്ക് നിങ്ങൾ പങ്കാക്കാൻ പറ്റും? ആ ചോദ്യം മനസ്സിലായില്ല. അന്നല്ല സുനാമ തദവമ കമാ ശറൈന നബി ഖൗലി ഫയദഫു وذكرنا هنا لكون نتيجة متفردية على ما ذكره قبل من دليل وحدانية كأنه قيل خالق السماوات والأرض كيف يكون له شريك يندور مع أن ما يتصور أن يكون شريكا له. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശിർക്കാക്കുന്ന ഒരു സംഗതിയാണ് തസവ്വുറാക്കപ്പെടുന്ന ഒന്ന്. ഇമ്മാ ശൈഉൻ മിൻഹുമയാകും, ആകാശഭൂമികൾപ്പെട്ട ഒന്നാകും. ഔ ശൈഉൻ അല്ലെങ്കിൽ ഒന്നാകും യഫ്തഖിറു ഇലൈഹിമ വേണ്ട അവകളിലേക്ക് ആവശ്യമാകുന്ന ഒന്നാകും. ഔ ശൈഉൻ ലാ യഖ്ദിറു അലാ ഖൽഖിഹിമ അതിനെ എങ്ങനെ നിങ്ങൾ പങ്കാക്കാൻ പറ്റും എന്ന്. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. ഖലഖൽ ഇൻസാൻ മനുഷ്യന്മാരെ അല്ലാഹു പടച്ചു. മിൻ നുത്ഫത്തിൻ മനിയിൽ നിന്നും. ആദം നബി അലൈഹിസ്സലാം അല്ലാത്ത മനുഷ്യന്മാരെന്ന് കൊടുക്കണം അവിടെ. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്നല്ലേ പടച്ചത്. പിന്നെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. خلق الإنسان وأوجده على أحسن صورة وعدل تقويم من نطفة دنية مهينة നിസാരമായ മ്ലേച്ഛമായ സാധനത്തിൽ നിന്നാണ് പടച്ചത്. മനിയൻ ഏതുവരെ ഇലാൻ സയ്യറഹു അല്ലാഹു തആല പടച്ചൊടുവരാക്കി അവനെ ആക്കി ഖവിയ്യൻ ശദീദൻ നല്ല ശക്തിമാനാക്കിയപ്പോൾ ഫൈദാഹു അച്ചങ്ങായി ഖസീമുനായി. അള്ളാഹിനോട് തർക്കിക്കാൻ വന്ന് അള്ളാഹ് അല്ലാത്ത വേറെ ദേവനുണ്ടെന്ന് പറഞ്ഞു. ഖസീമുനെ ശദീദുൽ ഖുസൂമത്തി മുബീനുൻ വ്യക്തമായി തർക്കിക്കുന്നവനായി. പിന്നെ ഖായിലൻ മൻ യുഹില്ലില്ലാഹു വഹിയ റമീം ബയ്യനഹ അനാ മുബീനുൻ. പിന്നെ ബയ്യനഹാന്നോ അങ്ങനെയാണോ പിള്ളേരെ? എന്ത് നോക്കുന്നേ? ഖസീമുൻ മുബീനുൻ واشتد كما ذكره شارح الكرخ من نطفة أشار إلى أن من الابتداء الغاية وأن انتهاءها معذوف كما قرره. ibtiദാഉൽ ഗായത്താണ് അതിന്റെ ഇന്തിഹാ കളഞ്ഞിരിക്കുകയാണെന്ന്
ഇശാറത്തിന് ഇല്ലാ മാ തഊലു ഹാലുഹു ഇലൈഹി ഫാജറൻ മുൻതളറ മജറൽ വാഹിദി വഹുവ മിൻ ബാബി തഅബീരി ബി ആഖിരിൽ അംരി അൻ അവ്വലിഹി. ഒരു സാധനത്തിന്റെ അവലിനെ തൊട്ട് ആഖിർ കൊണ്ട് പറയുന്നതാണ്. ഖൗലി അറാനി ഐസുറു ഹംറൻ എന്നൊക്കെ പറയാം. വ്യക്തിമാരിമയക്കുന്നൊക്കെ പറഞ്ഞില്ലേ. വൈനസുലക്കും മിനസ്സമായി റിസ്ഖൻ ഐ സബബ റിസ്ഖൻ എന്നൊക്കെ അല്ലാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വഅന്നഹു അശാറ ബിദാലിക ഇലാ സുർഅത്തി നിസ്യാനിഹിം, അവന്മാർക്ക് പെട്ടെന്ന് മറയുമല്ലോ. മബ്ദാ ഖൽഖിഹിം, അതാ ഇൻസാൻ നിസ്യാൻ എന്നുള്ളതാണെന്ന് എന്നൊക്കെ പറയാം. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. കണ്ടാ ബിമാ തഖററ ഉലമാ അയ്ളൻ ജവാബു മാ ഖീല അൽഫാഉ തദുല്ലു അല തഅഖീബി ലാ സിയമാ വഖദ് വജദ മഅഹാ ഇദല്ലതി തഖ്തദിൽ മുഫാജഅതു വകനു ഖസീമൻ മുബീനൻ ല യഖ്ബു ഖൽഖു മിൻ നുത്ഫത്തിൻ ഇന്നമാ തവസത്തു ബൈനാ വസായിതു കസീറ. അതാണ് ഫൈദാ. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ വസീത്തകളുണ്ട്. അതിനുശേഷമാണ് ഫാ വന്നതെന്ന്. ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ എന്ന്. പിന്നെന്താണ് ബയ്യനാണ്. എങ്ങനെ ഇബാറത്തുള്ളതെന്ന് കിട്ടുന്നില്ലല്ലോ പിള്ളേർ. ഖസീമുൻ മുബീനുൻ, ഖസീമാണവൻ, ശദീദുൽ ഖുസൂമത്തിയാണ്, മുബീനുനാണ്. യുബയ്യിനുഹാന്നോ, ആ ഖുസൂമത്തിനെ വെളിവാക്കിത്തരും. യുബയ്യിനു ആ നുസീബ്, ആ ഖുസൂമത്തിനെ വെളിവാക്കിത്തരും. എന്ത് നഫിയുൽ ബഅസി അതാ ഇബാറത്ത് എങ്ങനെ വായിക്കണോ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ബയ്യിനുഹാന്നോ, ബയ്യന അവൻ വ്യക്തമാക്കി, അതിനെ എന്തിലായിട്ട് ഫീ നഫിയിൽ ബഅസി ബഅസിന്റെ നഫിയിലായിക്കൊണ്ട് അവൻ തന്നെ പറഞ്ഞവനായ നിലയിൽ മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്ന്. ഇതിനകത്ത് ഫീയൊന്നുമില്ല. ഖസീമുൻ മുജാദിലുൻ മുബാലിഗുൻ ബിംതിയാദിൽ അഖ്ലിമാത്തിന് മുബീനുൻ ളാഹിറുൽ ബയാൻ, വ്യക്തമായ രീതിയിൽ ബിഇഖാമത്തി ദലായിലി വൽ ബറാഹീനിൽ ഖാത്തിഅത്തി. ഇതിനകത്ത് ഇതാവുള്ള തമീർ അള്ളാഹുലേക്ക് വെച്ചേക്കുന്നു. ഖസീമുൻ മുജാദിലുൻ മുബാലിഗുൻ, അവൻ അമിതമാക്കിയവനാണ്. ബിംതിയാദിൽ ഹഖ്മിൻ ബാത്തിൽ, ബാത്തിൽ നിന്ന് ഹഖിനെ വെളിവാക്കുന്നതിലും ബലാലിൽ നിന്ന് ഹിദായത്തിനെ വെളിവാക്കുന്നതിലും എന്ന് വെച്ചേക്കും. അത് കണക്കല്ല നമ്മളെ ജാരി വായിക്കുന്നത്. ശദീദുൽ ഖുസൂമത്തി എന്ന് പറഞ്ഞില്ലേ, മുബീനുൻ ബയ്യിനുൻ എന്നായിരുന്നു. ഇതിനകത്ത് ഫീ ഇല്ല. നിങ്ങൾ അവിടെയുള്ള ഇബാറത്ത് വായിച്ചാൽ ഞാൻ വായിച്ചു കിതാബിനകത്ത്. ഖസീമൻ ഫൈദാ ഹുവ, ആ മനുഷ്യൻ അങ്ങനെയൊക്കെ അവനെ പടച്ചതിന് ശേഷം ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ വഅതാ ബിൽ ഫാഇ ഇശാറത്തൻ ഇലാ ശിർഅത്തി നിസ്യാനിഹിം ഇബ്തിദാഇ ഖൽഖിഹിം. അവിടെ മറവി പെട്ടെന്ന് വരും. അവിടെ തുടക്കത്തിൽ തന്നെ ഖസീമുൻ ബലീഗുൽ ഖുസൂമത്തി മുബീനുൻ ഐ മുദ്ഹിറുൻ ലിൽ ഹുജ്ജത്തി ഔ ളാഹിറുൻ ലാ ശുബ്ഹത ഫീ സിയാദത്തി ഖുസൂമത്തിഹി. അവന്റെ തർക്കം കൂട്ടുന്നതിൽ ഒരു ശുഭത്വമില്ല, വളരെ വ്യക്തമാക്കിയവനാണ് അവൻ എന്ന്. കേട്ടാ,
ഇനി എന്താ ഖലഖൽ ഇൻസാൻ ഐ ബനി ആദം ലാ ഗൈർ ലിഅന്ന അബവൈഹിം ലം യുഖ്ലഖ അലാ മിനൻ നുത്ഫ ബൽ ഖുലിഖ ആദം മിനൽ തുറാബ് വഹവ്വ മിനൽ ളലഇൽ ഐസരി മിൻഹു ബനി ആദമ ആദം സന്തതികൾ എന്നാണ് ഇൻസാൻ കൊണ്ട് ഉദ്ദേശം. ആദം അതിനകത്ത് പെട്ടില്ല, അതേ പ്രകാരം ആരും പെട്ടില്ല എന്ന്. അതുകൊണ്ട് അല്ലാഹനെ കാണാൻ ചോദിച്ചാൽ ഫല്യഅമൽ അമലൻ സ്വാലിഹൻ വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ വഹുവ മാ ഉരീദ ബിഹി വജ്ഹുല്ലാഹ് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാ വഖീല ലിൽ മുറായിക്ക് മുശ്രിക് എന്നും പറയുന്നു. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ അല്ലാഹു തആല പറഞ്ഞില്ലേ. അല്ലാഹു തആല ഇപ്പം അങ്ങനെ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ, ഇന്ന സമയത്തൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ദുനിയാ വെച്ച് കാണുന്നതിന് ആയത്തെതിരില്ല. അല്ലാഹു തആല പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനത് ഒരു മുഹാലായിട്ടൊന്നും എന്ത് ചെയ്യണ്ട. അല്ലാഹു തആല പറഞ്ഞില്ലേ ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഖിയാമത്ത് നാൾ കാണുന്ന ആര് പറഞ്ഞു? ഫല്യഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നമ്മൾ ആയത്തുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, അവിടെ നമ്മൾ വ്യാഖ്യാനിക്കുമല്ലോ. അല്ലാഹു തആലാന്റെ പ്രത്യേകത ഇതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുമല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കാതെയും പറയുന്നതിന് തകരാറില്ല എന്ന് പറഞ്ഞതിന്റെ മാന. അല്ലാഹു തആല പറഞ്ഞ അങ്ങനെയാണല്ലോ. എന്തോ അവൻ നമ്മൾ അമലും സാലിഹ് ചെയ്യണം, അതാണ് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വേദഗ്രന്ഥം ഇങ്ങനെ ആക്കി. പിന്നെ ഇല്ല പണ്ടിന്റെ ഉസ്താദ് പറഞ്ഞ കണക്ക് മറ്റൊരാരും പറയാത്ത നമുക്ക് പറയാൻ വയ്യ. പറയാം എന്തുവാ അല്ലാഹു തആലാനെ കാണും എന്നൊക്കെ പറഞ്ഞില്ല. എന്തെങ്കിലും തൊട്ടൂടെ എന്ന് ചോദിച്ചാലും കാണാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ കുദറത്തും എല്ലാം അല്ലാഹു തആല നമ്മളെ കണ്ണിൽ എന്ത് ചെയ്യും, ആ സമയത്ത് പടക്കല്ല. പിന്നെ ആ പടച്ചവന് അല്ലാഹു തആലാനെ തൊടാനുള്ളത് പടച്ചൂടെ എന്നൊരാൾ ചോദിച്ചാൽ എന്തു പറയും? അങ്ങനെ ചോദിക്കാൻ നടക്കണ്ട നമ്മൾ അല്ലേ. ഖസീമും മുബീൻ എന്ന് പറയാൻ അവൻ ഭയങ്കര തർക്കക്കാരനായി. ഈ ചങ്ങായി ഉബയ്യ് ബിൻ ഖലബൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഉബയ്യ് ബിൻ ഖലബുൽ ജാമി എന്ന് പറയുന്ന ചങ്ങായിയാണ് ആ അൽ ഇൻസാൻ കൊണ്ട് ഉദ്ദേശേ. ആയത്ത് അലൽ ഉമൂമാണെങ്കിലും വഖദ് ഹഖൽ മുഹദവിയു അന്നൽ മുറാദ ബിഹി ഉബയ്യ് ബിൻ ഖലബുൽ ജാമിയാണ്. ആ ചങ്ങായി പിന്നെ വത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇളമിൻ റമീമിൻ ഒരു ഏതാണ്ട് കബറിനകത്ത് പോയി ചെറിയ നുരമ്പി എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചാണ് ചങ്ങായി. فقال يا محمد أترى الله تعالى أي تظن إن الله يحيي هذا بعد ما قد رمى. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങി. ഇപ്പൊ നസലത്ത് മിഥിലോ ഇതുപോലത്തെ ആയത്തൊക്കെ എന്ത് ചെയ്തത് ഇറങ്ങിയത് എന്ന് സൂറത്ത് യാസീൻ ഉണ്ടല്ലോ. റമീം എന്നുള്ളത് അതിനകത്തില്ലേ. ഖസീമും മുബീൻ റമീം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലായത്ത് വസഫൽ ഇൻസാന ബിൽ ഇഫ്റാത്ത്. ഈ ആയത്ത് അല്ലാഹു മനുഷ്യന്മാരെ വിശേഷിപ്പിച്ചത് ബിൽ ഇഫ്റാത്തി ഫിൽ വഖാഹത്തി വൽ ജഹ്ലി വത്തമാദി ഫി കുഫ്റാനിൻ നിഅമത്തി. എന്നാ قالوا خلق الله تعالى جوهر الإنسان من تراب أولا ثم من نطفة ثانيا وهم ما ازدادوا إلا تكبرا وما لهم والكبر يعد إن خلقوا من نطفة نجسة في قول عامة العلماء. وفي إنسان العيون أن فضلاته صلى الله عليه وسلم طاهرة عندها ومن خصائصه صلى الله عليه وسلم كما سر به في كتب السير. وحكم النطفة أصغر من الفضلات لأنها أخف منها. يحكى أن بعض أهل الرياضة المحققين من أهل التوحيد الحقاني كان يشم من فضلاتهم رائحة المسك
അവർക്കുള്ള ഫضലാത്തുകളിൽ നിന്നും മിസ്കിന്റെ വാസന അവർ എന്ത് ചെയ്തിരുന്നു അവര് മണത്തിരുന്നു എന്ന മൂത്രത്തിൽ നിന്നും കാഷ്ടത്തിൽ നിന്നൊക്കെ അതൊന്നും ലൈസല്ലി ബഈദിൻ. കാരണം അവരുടെ ഉള്ളു ശുദ്ധിയായതുകൊണ്ട് സഫുവത്തി ബാത്തിനിഹിം വസറയാനി ഹാലിഹിം ഇലാ ജമീഇ അഅ്ളാഇഹിം വഅജ്സാഇഹിം. കണ്ടാ? അപ്പൊ ഫഹുവ മിനൻ നുത്ഫത്തി സൂറത്തൻ വമിനൻ നൂരി മഅനൻ എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ വന്നോട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളലാത്തുകൾക്ക് വാസനയുണ്ടെന്ന് പറയണ്ട. അത് അവിടെ ഉള്ളിൽ കിടന്നിട്ട് എന്താക്കി പോയി? ഭയങ്കരമായിട്ട് വമ്പനായിട്ട് അത് നല്ല ശുദ്ധിയായി. കാരണം ഉള്ളിൽ അങ്ങനെ ഉള്ളതേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിലല്ലേ നല്ല ആപ്പിളങ്ങ് കഴിച്ചാലും മറ്റേതായി പോകുന്നു. അത്ര കേടാ നമ്മൾ. നല്ല സുന്ദരൻ ആപ്പിളായിരുന്നു, എടുത്ത കഴിച്ച് ഉള്ളിലാക്കിയപ്പോഴത്തേക്ക് അതങ്ങ് കേടായി ഇല്ലയോ? അതിന്റെ കാര്യം എന്തോ? നമ്മളെത്ര വൃത്തിയുള്ളവരാണ്. അങ്ങനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിയമത്ത്, ഭയങ്കരമായ നിയമത്തുകളെ നമ്മൾ ഇല്ലാതാക്കി കളയും. എന്താ ശ്രദ്ധന്മാർ? لأن معناهم ظهر في سورة الوجود فغابوا من الغيبة ووصلوا إلى عالم الشهود بخلاف غيرهم من أرباب الغفلاء. فإن أنت تطمع في الوصول إلى ما وصلوا بالحصول عندما حصلوا فعليك بإخلاص العمل وترك المراء والجدل. تركهم بهلهم. فإن حقيقة التوحيد لا تحصل للخصم العنيد بل هي منه بمكان بعيد. والأنعام خلقها لكم. لا